എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്നൊരു മന്തി റെഡിയാക്കാം. ഇതിലും ലളിതമായിട്ട് മന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പായു നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരുമിച്ച്. ഞാൻ റൈസ് ഇതുപോലെ വേവിച്ച് എടുത്തിട്ടുണ്ട്. ബാസ്മതി റൈസ് ആണ് കേട്ടോ. നന്നായിട്ട് ഞാൻ സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതൊരു 4 പീസ് ചിക്കനുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ച് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ചിക്കൻ ഇതുപോലെ 4 പീസ് ഞാൻ പാനിൽ വെച്ചു. 4 ഏലക്കായ ഇട്ടു. അതുപോലെ തന്നെ 4 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. അധികം മസാലയൊന്നുമില്ല, പെട്ടെന്നാക്കാൻ പറ്റുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു റെസിപ്പിയാണേ. ഇനി അതുപോലെ തന്നെ 4 മാഗിയുടെ ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ടിട്ടാണ്, വേറെ നമ്മൾ അഡീഷണൽ സാധനങ്ങളൊന്നും ചേർത്ത് പോകുന്നില്ല. പച്ചമുളക് ഇതുപോലെ ഞെട്ടോടുകൂടി ഒരു 4 എണ്ണം നന്നായി കഴുകിയത് അതും കൂടി ഇട്ട് കൊടുത്തു. എളുപ്പമാണേ റെസിപ്പീസൊക്കെ. അതിനുശേഷം ഒരു ക്യാപ്സിക്കം, മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ആണേ. അത് വലിയ ക്യാപ്സിക്കാണ്, നിങ്ങൾ ഹാഫ് എടുത്താൽ മതി കേട്ടോ. എൻ്റെ കുറച്ച് ചെറിയ ക്യാപ്സിക്കം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഫുൾ ഇതുപോലെ കട്ട് ചെയ്ത് സ്ക്വയർ ആയിട്ട് എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പ് അല്ലെങ്കിൽ ഒരു 3/4 കപ്പ് ഏകദേശം എണ്ണ ഒഴിക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ കളറൊക്കെ വേണ്ടേ, കളറിന് വേണ്ട നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ആ ഫ്ലേവർ നമുക്ക് കളറൊക്കെ കിട്ടുന്ന ഒരു ഭംഗിക്ക് വേണ്ടി എടുത്താണേ. അന്തരിച്ച് കഴിക്കുമ്പോൾ ഒരു കളറൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഈ മാഗി ക്യൂബും മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൈവച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇതിലെല്ലാം മാഗി ക്യൂബ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇതെല്ലാം സെറ്റാക്കി ഈ ഒരു പരുവത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈസി മന്തിയുടെ മെയിൻ പോയിന്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലേ. നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ അയ്യേ ഇതെന്താണെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഈ മസാലയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അതിനുശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കുക. 2.5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു വശം മറിച്ചിടുക. അങ്ങനെ ചിക്കൻ 2 വശവും മറിച്ചിട്ട് എടുക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇപ്പം ഞാൻ അതിനകത്ത് ബാക്കി വന്ന സ്റ്റോക്കെല്ലാം കോരി മാറ്റി കേട്ടോ. ഫുള്ളല്ല, കുറച്ച് ബാക്കി അവിടെ തന്നെ കീപ്പ് ചെയ്തു. നമുക്ക് ആ കോരി മാറ്റിയിരിക്കുന്ന നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതിനാണേ. ഇത്രയാണ് കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും. ഏകദേശം ഈസി ആയിട്ട് ആർക്ക് വേണം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ മന്തി. അതായത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി. നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടന്നാലോ. വേറൊന്നുമില്ല കേട്ടോ. ഗ്രാമ്പു, ഏലക്ക, ക്യാപ്സിക്കം, മാഗി ക്യൂബ്, പച്ചമുളക്, ചിക്കൻ, പിന്നെ ഓയിൽ, ഇത്ര ഇട്ടിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുത്താണേ. കളർ ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ 4 ചിക്കനുള്ള പാകത്തിനുള്ള റൈസ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ചെറിയ കപ്പിന് 2 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കോരി മാറ്റിയിരുന്ന സ്റ്റോക്കില്ലേ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം റൈസ് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ലെയർ ചെയ്ത് പോയച്ചാൽ മതി. കാരണം ഓൾറെഡി കുക്ക്ഡ് ആണ് റൈസ്, ചിക്കനും കുക്ക്ഡ് ആണ്. അപ്പം പ്രസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലെയർ ചെയ്ത് പോവുക. ഇതാണ് കേട്ടോ. അപ്പം എൻ്റെ ബാക്കി വന്ന ചോറുകളെല്ലാം ഞാനൊന്ന് ആക്കി വെക്കട്ടെ. റൈസ് നമ്മൾ വേവിക്കുമ്പം എത്രയാണ് 1 ഗ്ലാസ് റൈസിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. വേവിച്ചും വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്തിരുന്നത് കേട്ടോ. സ്റ്റെയിൻ ചെയ്തെടുക്കുകയോ ചെയ്തിരുന്നത്. റൈസ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ബാക്കി കളർ മിച്ചമുണ്ടിരുന്നല്ലോ, അത് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 2 പ്രാവശ്യം ഞാൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചിക്കൻ വേവാനായിട്ടും
അപ്പോൾ റൈസിൻ്റെ മുകളിലേക്ക് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ചെടുത്താൽ മതി, നമുക്കതുപോലെ നന്നായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ബാലൻസ് നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ കളയണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ വെന്ത വെള്ളവും കാര്യങ്ങളും അല്ലേ, ഇതിനെ കളയുന്നത്. മന്തിയുടെ ഒരു ഫ്ലേവറും അത് തന്നെയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ദമ്മിടാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു, നാരങ്ങയോ ഉണക്ക നാരങ്ങയോ ഒന്നും ഇല്ലായിരുന്നു. ഇതാ പെട്ടെന്ന് ആയിട്ടുണ്ട്. 15 മിനിറ്റ് to 30 മിനിറ്റ് നിങ്ങൾക്ക് അങ്ങനെ സിമ്മിൽ വെക്കാം. അതായത് ഞാൻ ചട്നി റെഡിയാക്കാൻ പോവാണ് കേട്ടോ. തക്കാളി ഇട്ടു, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി ഇട്ടു, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചോപ്പറിലോ മിക്സിയിലോ ഒന്ന് അടിച്ചെടുക്കാം. ഇതായിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ചു. വിനീഗറിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. പാകത്തിന് ഉപ്പ് എടുക്കുക. ചട്നി റെഡി. ഇത് നിങ്ങൾക്ക് ആ സെർവിങ് ടൈമിലെ ചട്നി പ്രിപ്പയർ ചെയ്യാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് മന്തി റെഡിയായില്ലേ? ഈ ചട്നിയൊക്കെ കൂട്ടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ മന്തി റെഡിയായില്ലേ? ഇതാ നോക്കി എത്ര പെട്ടെന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മന്തി റെഡിയാക്കാം. അധികം ആർഭാടങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ആർക്കും റെഡിയാക്കാം വന്നേ. അപ്പം നിങ്ങൾ എന്തായാലും നോക്കുമല്ലേ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കൂടുതലൊരു വീഡിയോകളുമായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. കൂടുതൽ നല്ല റെസിപ്പീസിനായിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ സജഷൻസ് എന്തായാലും അറിയിക്കുക കേട്ടോ. സ്നേഹമായാലും വിമർശനമായാലും ഇനി എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിലും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ.